കഴിഞ്ഞ ദിവസമാണ് BDJSന്റെ സംസ്ഥാന നേതൃത്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടത്. അതിൽ 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കിയും ഒപ്പം കോട്ടയവും അവർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്തിനാണ് ചാലക്കുടിയിലും മാവേലിക്കരയിലും വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതെന്ന സംശയം അന്ന് തന്നെ നിരന്നു. ചാലക്കുടിയിൽ പത്മജ വേണുഗോപാൽ മത്സരിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ട് തന്നെയാണ് അത് വെട്ടാൻ വേണ്ടി അവർ മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. പക്ഷേ മാവേലിക്കരയിൽ അവർ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയുടെ പേര് കേട്ട് സത്യത്തിൽ കോൺഗ്രസുകാർ ഒന്ന് ഞെട്ടിയിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കോൺഗ്രസിൽ നിന്ന് മറ്റൊരു നേതാവ് കൂടി ഇത്തവണ BJPയുടെ ഭാഗമായി NDAയുടെ ഭാഗമായി മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല. അത്തരമൊരു നീക്കമാണ് കഴിഞ്ഞ ദിവസം BDJSന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇനി 2 സ്ഥാനാർത്ഥികളെ നമുക്ക് ആദ്യം നോക്കാം. അതിൽ മാവേലിക്കരയിൽ നിന്ന് ബൈജു കലാശാലയാണ് മത്സരിക്കുന്നത്. ചാലക്കുടിയിൽ നിന്ന് KA ഉണ്ണികൃഷ്ണനുമാണ് മത്സരിക്കുന്നത്. ഈ കോട്ടയം ഇടുക്കി സീറ്റുകൾ ഉടനെ തന്നെ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാവേലിക്കര മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഈ പറയുന്ന ബൈജു കലാശാല അതാരാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബൈജു കലാശാല മത്സരിച്ചത് കോൺഗ്രസിന് വേണ്ടിയിട്ടായിരുന്നു, UDFന് വേണ്ടിയിട്ടായിരുന്നു. കൈപ്പത്തി അടയാളത്തിലാണ് അദ്ദേഹം വോട്ട് ചോദിച്ച് രംഗത്തിറങ്ങിയതെങ്കിൽ കാലം മാറി 2024 എത്തുമ്പോൾ അദ്ദേഹം BDJSന്റെ സ്ഥാനാർത്ഥിയായി NDAയ്ക്കൊപ്പം നിന്നുകൊണ്ട് വോട്ട് തേടാൻ പോവുകയാണ്. അദ്ദേഹം NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോവുകയാണ്. BDJSന്റെ സ്ഥാനാർത്ഥിയായി ബൈജു കലാശാല എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവല്ല, ഏതെങ്കിലും താഴെത്തട്ടിലെ ഒരു അണിയുമല്ല. കാരണം കൃത്യമായി കോൺഗ്രസിന്റെ നേതൃസ്ഥാനങ്ങളിൽ ഇരുന്ന ഒരാൾ കൂടിയാണ് ബൈജു കലാശാല എന്ന് കൂടി പറയണം. അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങൾ കൂടി നമുക്ക് നോക്കാം. അതായത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു. മാത്രമല്ല ആലപ്പുഴ DCC ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് മാവേലിക്കരയിൽ മത്സരിക്കുന്നത് എന്ന് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. LDFലെ R രാജേഷിനോട് അന്ന് പരാജയപ്പെട്ടതോടെയാണ് പിന്നെ ബൈജു കലാശാല എന്ന പേര് നമ്മൾ വേറെ അങ്ങ് കേൾക്കാതെ പോയത്. കഴിഞ്ഞ മാസമാണ് BDJSൽ ചേർന്നത്. കോൺഗ്രസിലായിരിക്കെ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും താമരക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച ആളുകൂടിയാണ്. KSയിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ചതാണ് ബൈജു കലാശാല. KPMSന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന ബൈജു കലാശാലയാണ് ഇപ്പോൾ BDJSൽ എത്തി നിൽക്കുന്നത്. 1 മാസം മുമ്പ് BDJSൽ എത്തി, കൃത്യം 1 മാസം കഴിയുമ്പോൾ ലോക്സഭാ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുൻ നേതാക്കളെ ഒക്കെ തന്നെയാണ് ഇത്തവണ NDA കേരളത്തിൽ സ്ഥാനാർത്ഥികളായി അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശം തന്നെ കോൺഗ്രസിൽ നിന്ന് വന്നാൽ കൃത്യമായ നേട്ടം നിങ്ങൾക്ക് ഞങ്ങൾ തരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ സ്ഥാനാർത്ഥിത്വങ്ങൾ എന്ന് കൂടി കാണണം. അതുകൂടി നമുക്ക് പരിശോധിക്കാം. അതായത് കോൺഗ്രസിന്റെ മുൻ നേതാക്കളായ അനിൽ ആന്റണി, അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ് മത്സരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ PC ജോർജിനെ വെട്ടി അനിൽ ആന്റണി തന്നെ രംഗത്തിറക്കിയതിന്റെ ഉദ്ദേശം തന്നെ കൃത്യമായ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു ക്ഷണം അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ സീറ്റും കിട്ടും, ഇവിടെ ഉറപ്പും കിട്ടും, ഇവിടെ വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടുമെന്ന് അനിൽ ആന്റണി കൊണ്ട് പറയിക്കാൻ വേണ്ടി തന്നെയാണ് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ഇറക്കിയിരിക്കുന്നത്. ഇനി C രഘുനാഥ് കണ്ണൂരിൽ നിന്നാണ് ഇത്തവണ മത്സരിക്കുന്നത്. C രഘുനാഥിന്റെ രാഷ്ട്രീയം നമുക്കറിയാം. അദ്ദേഹം എങ്ങനെയാണ് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് കോൺഗ്രസിൽ നിന്ന് പുറത്തായത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിനും ഈ സ്ഥാനം ലഭിച്ച ഉടനെ, BJPയിലേക്ക് അംഗത്വം ലഭിച്ച ഉടനെ അദ്ദേഹത്തിനെയും ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി മുസ്ലിം ലീഗിന്റെ മുൻ നേതാവായ അബ്ദുൽ സലാമാണ് ഇപ്പോൾ മലപ്പുറം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ NDA പ്രഖ്യാപിച്ച 14 സീറ്റിൽ UDFന്റെ മുൻ നേതാക്കളുടെ എണ്ണം 4 ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഈ പറയുന്ന 14 സീറ്റിൽ 4 എണ്ണം മുൻ കോൺഗ്രസുകാർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, മുൻ ലീഗുകാർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരുന്നതാണ്. ബാക്കി 10 സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ കൃത്യമാണ് നിലപാട്. കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും ആളുകളെ അടർത്തിയെടുക്കുക എന്നുള്ള കാര്യം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ നടക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബൈജു കലാശാലയെ BDJSൽ എത്തിച്ചുകൊണ്ട്. BJPയിലേക്ക് പോയില്ല എന്ന് ഒരുപക്ഷെ അദ്ദേഹം ന്യായീകരിക്കുമെങ്കിൽ പോലും BDJS ഇപ്പോൾ NDAയുടെ ഭാഗമാണ്. ആ NDAയുടെ ഭാഗമായ BDJSൽ നിന്നുകൊണ്ട് അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ കോൺഗ്രസിന്റെ ഒരു DCCയുടെ ഭാരവാഹിയായിരുന്ന ആൾ, KSUവിന്റെ ഭാരവാഹിയായിരുന്ന ആൾ, പഞ്ചായത്ത് അംഗമായിരുന്ന ആൾ, ഒപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആൾ, KPMSന്റെ ചുമതലയുണ്ടായിരുന്ന ആൾ, അത്തരത്തിൽ സാമൂഹ്യ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ബൈജു കലാശാലയെ പോലെ ഉള്ള ഒരാളെ BDJSന് അടർത്തിയെടുക്കാനും അവിടെ മാവേലിക്കര മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ രാഷ്ട്രീയം നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകാവുന്നേ ഉള്ളൂ. കൃത്യമായ നിലപാടാണ് ഇതിലൂടെ BJPയും NDAയും മുന്നോട്ട് വെക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് എത്തുന്ന ആളുകൾക്ക് കൃത്യമായ സ്ഥാനം ഞങ്ങൾ തരും. അതിന്റെ ഉദാഹരണമാണ് ബൈജു കലാശാല എന്ന് പറയുന്നത്. ഈ പോസ്റ്ററുകൾ കഴിഞ്ഞ ദിവസം അല്ലാതെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. കാരണം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബൈജു കലാശാല എന്ന ആൾക്ക് വോട്ട് ചെയ്യണം, അതും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള
പോസ്റ്ററുകൾ അത് പ്രചരിക്കുന്നുണ്ട്. ഒപ്പം BDJSന്റെ ഇപ്പോഴത്തെ ബന്ധവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളും അതും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇന്ന് കോൺഗ്രസ് എങ്കിൽ നാളെ BJP അല്ലെങ്കിൽ NDA എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന വിമർശനവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. മാവേലിക്കരയിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്ന ബൈജു കലാശാല, അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ നേതാക്കളുമായി ബന്ധമുണ്ട്, കോൺഗ്രസിന്റെ അണികളുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് അത് ബാധിക്കാൻ പോകുന്നത് മറ്റാരെയും ആയിരിക്കില്ല, മാവേലിക്കര സ്ഥാനാർത്ഥിയായ കൊടുക്കുന്ന സുരേഷിനെ ആയിരിക്കും. ഒരു പരിധിവരെയുള്ള ബൈജു വോട്ടുകൾ ബൈജു കലാശാല കൃത്യമായി നേടിയെടുക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ് ബെൽറ്റിനെ ബാധിക്കുമെന്ന കാര്യം സംശയമില്ല. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് കൊടിക്കുന്നിലിന് വലിയ പ്രാതിനിധ്യം അവിടെ ആ മണ്ഡലത്തിൽ ഇല്ല എന്ന് തന്നെ പറയണം. കാരണം താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് അദ്ദേഹത്തെ മടുത്തു തുടങ്ങി എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ബൈജു കലാശാല എങ്ങനെയായിരിക്കും കോൺഗ്രസിനെ ബുദ്ധിമുട്ടിക്കാൻ പോവുക എന്ന കാര്യം നമ്മൾ കാത്തിരുന്ന് കാണണം. ഒപ്പം മാവേലിക്കര മണ്ഡലത്തിലൂടെ കോൺഗ്രസിൽ നിന്ന് പോയ സ്ഥാനാർത്ഥിക്ക് സീറ്റ് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുന്നതിൽ കഴിഞ്ഞാൽ ഇനി കോൺഗ്രസിന്റെ ആരൊക്കെ വിട്ടുപോകും, NDAയിലേക്ക് പോകും, അവർക്കൊക്കെ എന്തൊക്കെ സ്ഥാനങ്ങൾ കിട്ടും എന്നുള്ള കാര്യവും നമ്മൾ കാത്തിരുന്ന് കാണണം. മാവേലിക്കര ഒരു മാതൃകയാണ്. NDAയിലേക്ക് വന്നാൽ സീറ്റ് കിട്ടും എന്നുള്ള മാതൃക അത് ബൈജു കലാശാലയിലൂടെ ഇപ്പോൾ BDJS തെളിയിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്കുള്ള ഒരു പരവതാനിയാണ്, ഒരു ചുവന്ന പരവതാനിയാണ് ഈ ബൈജു കലാശാലയുടെ ഈ ഒരു സീറ്റ് എന്ന കാര്യത്തിലും സംശയം വേണ്ട.